രേണുസുതി അങ്ങനെ പേനെടുത്ത് പൊട്ടിക്കുന്നത് ഞാനൊന്നും കണ്ടിട്ടില്ല അവിടെ. ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. കാണിച്ചിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ ഫാത്തിമ തലയും ചൊറിഞ്ഞു നടക്കുമല്ലോ എപ്പോഴും. മേ ബി അത് ഓക്കെ. സി ഈ പേൻ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, ഈ പേൻ എന്ന് പറഞ്ഞ സാധനം വല്ല ആട്ടാമ്പുഴുവോ അല്ലെങ്കിൽ വല്ല മറ്റേ എന്തുവാ മീനോ അതൊന്നും അല്ലല്ലോ. ഒരു മനുഷ്യന്റെ തലയിൽ പേനുള്ളത് വലിയ തെറ്റായിട്ട് എനിക്ക് ഈ രേണുസുതിയെ അനുമോള് പറഞ്ഞപ്പോൾ മാത്രമാണ് ഇത് ഇത്ര വലിയ കാര്യമാണോ, ഇതൊക്കെ ഒരു ചീപ്പ് സാധനങ്ങളല്ലേ. അതൊക്കെ എടുത്തിട്ട് ഒരാളുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? അനുമോളുടെ തലേ പേനില്ലായിരുന്നോ? രണ ഫാത്തിമയുടെ തന്നെ പേനുണ്ടായിട്ടില്ല, എന്റെ തലേ പേനുണ്ടായിട്ടില്ല, എന്റെ മോളുടെ. ഞാൻ ഇപ്പോഴും എനിക്ക് ഇഷ്ടമാണ് പേനെ കൊല്ലുന്നത്. എന്റെ മോളുടെ തലേന്ന് ഇഷ്ടംപോലെ പേനൊക്കെ ഞാൻ ഊരിയിട്ട് ചെയ്യില്ല. ഇപ്പോഴും എനിക്ക് പേനെടുത്ത് കൊല്ലുന്നത് ഇഷ്ടം. ഇപ്പം എൻ്റെ തല പേനില്ല. ഞാൻ എനിക്ക് മുടിയുണ്ടായ സമയത്ത് നിറച്ച് പേനായിരുന്നു തലയിൽ. എനിക്ക് ഇഷ്ടമാണ് പേൻ, അത് കൊല്ലുന്നത് എനിക്ക് ഇഷ്ടമാണ്. ആ പേനൊക്കെ ഇത്ര വലിയ കുറ്റമായിട്ട് എടുത്ത് കുളിക്കാറുണ്ടായിരുന്നു. ഞാൻ കുളിക്കാറുണ്ടെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഒന്നാമത്തെ കാര്യം ഈ കോസ്റ്റ്യൂമിന്റെ ഒരു വിഷയം. ഫസ്റ്റ് ഡേ ഞങ്ങൾ ചെല്ലുമ്പോൾ കോസ്റ്റ്യൂം ഇല്ല എന്ന് തരുന്ന കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെ ഈ ഒരു ടാസ്ക് ചെയ്തിട്ട് ഭയങ്കര ഫിസിക്കൽ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രസീവ് ആയിരുന്നു. പരസ്പരം കൈ മുറിക്കുകയും കാല് മുറിക്കുകയും ഫിസിക്കൽ ടാസ്ക് ചെയ്തപ്പോൾ ഞാൻ തന്നെയാണ് ബിഗ് ബോസിനോട് പറഞ്ഞത്, ബിഗ് ബോസെ ഇവിടെ ഫിസിക്കൽ അസോൾട്ടാണ് നടക്കുന്നത്, ഇത് സ്റ്റോപ്പ് ചെയ്യണം എന്നിട്ട് ആദ്യത്തെ നൈറ്റ് തന്നെ ബിഗ് ബോസ് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ടാസ്ക് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ട് പിറ്റേ ദിവസമാണ് അത് റെസ്യൂം ചെയ്തത്. അപ്പോൾ ഞാൻ അവിടെ ആർക്കും ഡ്രസ്സുകളില്ല, ഒറ്റ ജോഡി ഡ്രസ്സാണ് വന്നത്. അപ്പോൾ അതിന് ഞങ്ങൾ എല്ലാവരും പോയി കുളിച്ച് മാറിയിട്ട് പിന്നെ ഞങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞാണ് അടുത്ത ഡ്രസ്സ് വരുന്നത്. പിന്നീടാണ് ഞങ്ങൾ മനസ്സിലാക്കി അതൊക്കെ ഒരു ഇവരുടെ ടാസ്കിന്റെ ഫലമായിട്ടാണ് മനസ്സിലാക്കി. 2 ദിവസം ഞങ്ങൾ ഇട്ടു, കാരണം വേറെ നിവൃത്തിയില്ല.